അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ തസൂഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഫമൻ ഖലബ അഖ്ലുഹു അലാ ശഹവതിഹി ഫഹുവ ഖൈറും മിനൽ മലായിക. അങ്ങനെയാണ്. വമൻ ഖലബ അഖ്ലുഹു അലാ ശഹവതിഹി, ഒരാളുടെ ബുദ്ധി വികാരത്തെ മറികടന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ മാത്രം പാകത്തിൽ രൂപപ്പെട്ട് വരുന്നുവെങ്കിൽ ഫഹുവ ഖൈറും മിനൽ മലായിക, അവൻ മലക്കിനേക്കാൾ ഉന്നതനാണ്. വമൻ ഖലബത് ശഹവതുഹു അലാ അഖ്ലിഹി, വമൻ ഖലബത് ശഹവതുഹു അലാ അഖ്ലിഹി, ഒരാളുടെ വികാരമാണ് അവന്റെ ബുദ്ധിയെ മറികടക്കാൻ മാത്രമുള്ളതെങ്കിൽ, അവന് വൈകാരികതയാണ് വർദ്ധിച്ചിട്ടുള്ളതെങ്കിൽ ഫഹുവ ശർറും മിനൽ ബഹായിം, അവൻ മൃഗങ്ങളെക്കാൾ അധമനാകുന്നു. മൃഗത്തെക്കാൾ താഴെ പോകാനും മലക്കിനേക്കാൾ മുകളിൽ പോകാനും മനുഷ്യന് കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇത് അംഗീകരിക്കുന്നുണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധമരായ മനുഷ്യരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മനുഷ്യന്റെ ഔന്നത്യത്തെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളെ, വിചാരങ്ങളെ, ശാരീരികമായ മോഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നവോ ഫഹുവ ഖൈറും മിനൽ മലായിക, അവൻ മലക്കിനേക്കാൾ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിന്തിക്കണേ, നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന പ്രവർത്തനമാണ് വ്രതം. മനസ്സിനെ ശരിക്ക് അള്ളാഹുവിലേക്ക് ലയിപ്പിച്ചു നിർത്തിക്കൊണ്ട് മനസ്സിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചറബ് നമുക്ക് തന്ന അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഇബാദത്താണിത്. ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നോമ്പിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും മനസ്സിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്ത പാളിപ്പോയാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തതിൽ അഹങ്കരിച്ചു പോയാൽ ആ നിമിഷം നമ്മുടെ ഈ ആരാധനയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോവുകയാണ്. നോമ്പിന്റെ നഷ്ടം വളരെ വലിയ നഷ്ടമാണ്. പട്ടിണി കിടക്കേണ്ട ഗതിയാണ് പിന്നെ ഉണ്ടാവുക. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ചെറിയൊരു ചിന്തകൽപ്പിലേക്ക് കടന്നാൽ മതി. ഒരു മനുഷ്യന്റെ നിസ്കാരം ഫസാദാക്കാൻ ഇബ്ലീസ് ഉണ്ടാകും. നോമ്പും അതുപോലെ സകല ആരാധനകളും ധർമ്മബോധങ്ങളും നശിപ്പിക്കാൻ പിശാച് കൂടെ ഉണ്ടാകും. എന്നാൽ പിശാചിന് പഴപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് നോമ്പ്. നിസ്കാരത്തെ പഴപ്പിക്കാൻ പിശാചിന് അത്രത്തോളം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ ചിലപ്പോ കച്ചവടക്കാരനാണെങ്കിൽ എല്ലാം തരാനുള്ള കണക്ക് ഓർമ്മ വരും, കൊടുക്കാനുള്ള ഓർമ്മ വന്നില്ലെങ്കിലും തരാനുള്ളത് ഓർമ്മ വരും. കച്ചവടക്കാരനാണെങ്കിൽ കൈ കിട്ടി എന്നാലും നിസ്കാരം ബാത്തിലാകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. നിസ്കാരം ബാത്തിലാകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അതേ സമയത്തോ ഒരാൾ ഹജ്ജിന് പോയാലും ശരി, ഹജ്ജ് അത്ര പെട്ടെന്നൊന്നും അങ്ങ് ബാത്തിലാവൂല. അവിടെയൊക്കെ ഒരുപാട് ഇളവുകളും സൗകര്യങ്ങളും ഒന്നാവും തന്നിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി വീട്ടിയാൽ മതി. എന്നാ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് പെട്ടെന്ന് പിശാച് പഴപ്പിച്ചളി. ഒരു മേനി നടിച്ചാൽ മതി മനസ്സിൽ, അല്ലെങ്കിൽ വൃത്തികേട് ചിന്ത മനസ്സ് തോന്നിയാൽ മതി. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഇത് പോകും. പട്ടിണി അല്ലാഹുവിന് വലിയ വിഷയമല്ല. അത് നിങ്ങൾക്കും പ്രശ്നമല്ല. ഇപ്പൊ ഈ ഭാഗത്ത് ചെറിയ മുത്തഅല്ലിമീങ്ങൾ ഇരിപ്പുണ്ട്. നമ്മളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ കുട്ടികൾ, അവരൊക്കെ നോമ്പ് നോക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നോമ്പ് നിർബന്ധമില്ലാത്ത 7 വയസ്സിന്റെ താഴെയുള്ള കൊച്ചു കുട്ടികൾ നോമ്പ് നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മനുഷ്യന്റെ മനോവികാരം എന്താണ്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ വലിയ വഴന്ന് കേൾക്കാനൊക്കെ വന്നിരുന്നു, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട്, ഒരുപാട് ദിക്ർ ചൊല്ലി. അപ്പൊ നമ്മുടെ മനസ്സിനിങ്ങനെ മേനി വരികയാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോ പലരും പരിശുദ്ധ റമദാനിൽ പറഞ്ഞ ഞാൻ മഗ്‌രിബിന് പോയാൽ പിന്നെ തറാവി കഴിഞ്ഞിട്ടേ പോരാറുണ്ട്. അതങ്ങനെ ആയാൽ മതി. 4 ആളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് 4 ആള് കൂടുന്ന സ്ഥലത്ത് പറഞ്ഞെങ്കിലേ ഇയാൾക്കൊരു സന്തോഷമാവുള്ളൂ. ഞാൻ മഗ്‌രിബിന് കാരക്കയും കൊണ്ട് നോമ്പ് തുറന്നാൽ പിന്നെ തറാവി കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു വസ്തുത പറയല്ല, 4 ആൾ കേൾക്കാൻ വേണ്ടി പറയാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു വലിയ ആരാധകനാണ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു അടുത്ത ആളായി മാറുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ നിങ്ങളുടെ ഇബാദത്ത് നിഷ്ഫലമാണ്. ആ മനസ്സിന്റെ ചിന്ത കൊണ്ട് മനുഷ്യന്റെ ആരാധനയുടെ ഫലം അവിടെ ചെല്ലുമ്പോൾ ശൂന്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ശൈഖാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അർഫഉന്നാസി ഖദറൻ മൻ ലാ യറാ ഖദറഹു. അർഫഉന്നാസി ഖദറൻ, ജനസമൂഹത്തിലെ ഏറ്റവും നല്ല പദവിയുള്ളവനാരാണ്? മൻ ലാ യറാ ഖദറഹു, അവന്റെ ഖദറിനെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് അറിയാത്തവനല്ല. ഞാനൊരു വലിയവനാണെന്ന തോന്നൽ മനസ്സിലില്ലാത്തവൻ, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ മനസ്സിലുള്ളവൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും വലിയവനല്ല. ഒരുപക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയവനാണ്.
ജനദിട്ടിയിൽ വലിയവൻ ഒരു പക്ഷേ പടച്ചിറപ്പിന്റെ ദിട്ടിയിൽ വലിയവനല്ല. ഒന്നിരുന്ന് ചിന്തിക്കണം നിങ്ങൾ. ജനദിട്ടിയിൽ വലിയവനാകലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ശരി അള്ളാഹുവിന്റെ മുമ്പിൽ വലിയവനാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ വലിയവനാണെന്ന് ഒരാൾക്ക് തോന്നണമെങ്കിൽ എന്ത് വേണം? അവന്റെ മനസ്സ് വിനയം കൊണ്ട് താഴോട്ട് വരണം. ഫലമുള്ള മരത്തിന്റെ ചില്ലകൾ താഴോട്ട് വിനയം കൊണ്ട് തൂങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സ് തൂങ്ങണം. ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഒരിക്കലും നമ്മുടെ കൽബിലേക്ക് കയറാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ശ്രദ്ധിക്കണേ. മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നതിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ചരിത്ര സംഭവങ്ങൾ ക്രോഡീകൃതമായ ഗ്രന്ഥത്തിൽ ആ മഹത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു, അവർ ഈ ഭൂമുഖത്തെ എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട പരമപ്രധാനമായ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവർ ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ പ്രായ കൂടുതലുള്ളവനാണെങ്കിലും പ്രായ കുറവുള്ളവനാണെങ്കിലും ഒരേ ചിന്തയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മെക്കാൾ പ്രായമുള്ളവനെ കാണും, നമ്മളെക്കാൾ പ്രായക്കുറവുള്ളവനെ കാണും, നമ്മളെക്കാൾ പ്രായം കൂടിയവനെയും പ്രായം കുറഞ്ഞവനെയും കാണുമ്പോൾ തസൗഫിന്റെ ഏറ്റവും നല്ല മാതൃക കാണിച്ച മഹാപണ്ഡിതന്മാർ അവരെങ്ങനെയാണ് പെരുമാറിയത് എന്നതിനെ കുറിച്ചൊരു സൂചന അതിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഒരു മനുഷ്യൻ തന്റെ പ്രായത്തെക്കാൾ കൂടുതലൊരു മനുഷ്യനെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ളൊരു മനുഷ്യൻ 60 വയസ്സുള്ളൊരു മനുഷ്യനെ കണ്ടാൽ എന്തു ചെയ്യും? അപ്പൊ മനസ്സിൽ ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നത്? എന്തൊരു മനോഹരമായ ചിന്തയാണ്. ഈ മനുഷ്യൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണ്. കാരണം എന്തുകൊണ്ട്? അബദല്ലാഹ ഖബലി, എന്നെക്കാൾ എത്രയോ മുമ്പ് ഇവൻ പടച്ചറബിനെ ആരാധന നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ 40 കൊല്ലമാണ് എന്റെ റബ്ബിനെ ഇബാദത്ത് എടുത്തതെങ്കിൽ ഈ മനുഷ്യൻ 60 കൊല്ലം പടച്ചറബിന് എന്നെക്കാൾ 20 കൊല്ലം കൂടുതൽ ഇബാദത്ത് ചെയ്തവനാണ് അയാൾ. അപ്പോൾ ഒരു പ്രായം ചെന്ന ആളെ കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഈ ആദരവ് പ്രകടമാകുകയാണ്. എന്തുകൊണ്ട്? വിനയം കൊണ്ട്. അല്ലാത്തവൻ അതൊരിക്കലും പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ എന്നെക്കാൾ വളരെ കൂടുതൽ കാലം പടച്ചറബിനെ ഇബാദത്ത് ചെയ്തവനാണ്. ഹാദാ ഖൈറും മിന്നി അബദല്ലാഹ ഖബലി. വല്ലാത്തൊരു ചിന്തയാണത്. എന്നാൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു മനുഷ്യനെ കണ്ടാലോ? ഒരു 20 വയസ്സുള്ള ഒരാൾ 40 വയസ്സായ ആള് കാണുകയാണ്. ആ 20 വയസ്സുള്ള ആളെ കാണുമ്പോൾ ചിന്ത, ഹാദാ ഖൈറും മിന്നി ഇർതകബതു മിനദ്ദുനൂബി മിമ്മർതകബ. കണ്ടോ നിങ്ങൾ? അപ്പോഴും ചിന്ത അങ്ങനെ തന്നെയാണ്. ഹാദാ ഖൈറും മിന്നി, ഈ ചെറുപ്പക്കാരൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണല്ലോ. ഇർതകബതു മിനദ്ദുനൂബി, ഞാൻ എത്രയോ തെറ്റ് ചെയ്തു. മിമ്മർതകബ, ഇവൻ ചെയ്തതിനേക്കാൾ, ഇവൻ തന്റെ ജീവിതത്തിൽ ചെയ്തതിനേക്കാൾ എത്രയോ തെറ്റുകൾ ഞാൻ ചെയ്തു. 20 കൊല്ലമേ അവൻ ജീവിച്ചുള്ളൂ. ആ 20 കൊല്ലത്തെ കളവോ അല്ലെങ്കിൽ ദോഷമോ അവനുണ്ടാകുമെങ്കിൽ ഞാൻ 40 കൊല്ലം ജീവിച്ചു. 20 കൊല്ലം അവനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഞാൻ കളവ് പറഞ്ഞിരിക്കും. ഒരു പക്ഷേ എന്റെ മനസ്സിലേക്ക് ദുശ്ചിന്ത കടന്നു വന്നിരിക്കും. ഒരു പക്ഷേ എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും വൃത്തികെട്ട ചിന്തകൾ കൊണ്ടുവരുന്ന പ്രവർത്തനം ഞാൻ ചെയ്തിരിക്കും. അല്ലാഹുവേ, എന്നെക്കാൾ എത്രയോ മേലെയാണവൻ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈകാരികതയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരാളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചിന്ത വരുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ പരിശുദ്ധ റമദാനിൽ അല്പമൊക്കെ ആരാധനകളൊക്കെ നിർവഹിച്ച് നമ്മളൊരു പ്രത്യേകമായ ആരാധന ഔന്നത്യത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നമുക്ക് കൃത്യമായി തോന്നുകയാണ്, ഞാനിപ്പോൾ ഒരുപാട് വളരെ മുമ്പിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഇത് മനസ്സിന്റെ കറയാണ്. ഇത് മനസ്സ് കുറെ വൃത്തികിടന്ന് ചില കള്ളുപിടിക്കൊന്നും വേണ്ട, വ്യഭിചരിക്കും വേണ്ട, തമ്മാടിത്തം ചെയ്യേണ്ട. മനസ്സിന് കറ പിടിക്കാൻ എളുപ്പമുണ്ട്. വെള്ള പേപ്പറിൽ ഒരു കറുത്ത പുള്ളി വിടാൻ വളരെ എളുപ്പമുള്ളതുപോലെ നമ്മുടെ നല്ല മനസ്സിൽ കറ വിടാൻ എളുപ്പമുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കറ വീഴാത്തൊരു കൽബ് നിങ്ങൾക്കുണ്ടോ? അത്ഭുതകരമായ ഔന്നത്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അത് വലിയൊരു ലോകമാണ് തസൗഫിന്റെ ലോകം. മനസ്സ് നന്നായാൽ ആ മനുഷ്യന് ഒരുപാട് പ്രയോജനങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ശരീരം നന്നാകുന്നത് കൊണ്ടല്ലത്, കൽബിന്റെ നന്മ കൊണ്ട് ഒരു മനുഷ്യന് എവിടെയൊക്കെ പോകാൻ പറ്റുന്നറിയോ? അതാ ചിന്തിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇഷ്ടദാസന്മാരായി മാറുമെന്ന് മാത്രമല്ല, ഭൂമുഖത്ത് തന്നെ നമുക്ക് അള്ളാഹു വലിയ ഔന്നത്യം നൽകുകയാണ്. അതാ ചിന്തിക്കേണ്ടത്. അതിനാദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ദുനിയവിയായ ബന്ധം ലേശം ഒന്ന് കുറക്കണം.
ഭക്ഷണം കഴിക്കണ്ട, വസ്ത്രം ധരിക്കണ്ട, നല്ല വീടുണ്ടാക്കണ്ട എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവുമായുള്ള ബന്ധം അല്പൊന്ന് വിടർത്തുക. എങ്ങനെ? അതും തസൗഫിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ദുനിയാവും തമ്മിലുള്ള ബന്ധം കൽ മാഇ വസ്സഫീനത്തി അനിൽ കസ്സഫീനത്തി വൽ മാഇ. എന്താണ് പറഞ്ഞത്? പെട്ടെന്നൊന്നും മനസ്സിലാവൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ടത് അവന്റെ മനസ്സിന്റെ ഔന്നത്യം എന്ന് പറയുമ്പോ കസ്സഫീനത്തി വൽ മാ, വെള്ളവും കപ്പലും പോലെ. അതെങ്ങനെയാ? കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാതെ കപ്പൽ ഓടൂല, വെള്ളത്തിലേ കപ്പൽ ഓടൂ. കപ്പൽ വെള്ളത്തിൽ മാത്രമേ ഓടൂ എന്ന പോലെ നമുക്ക് ഓടണമെങ്കിൽ ഇന്ധനം വേണം. ദുനിയാവിൽ ജീവിക്കാൻ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പൊ ഈ പന്തൽ ഇവിടെ സംവിധാനിക്കണമെങ്കിലും ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ സംവിധാനിക്കണമെങ്കിലും ഇനിയിപ്പോ ആ കെട്ടിടം പൂർത്തിയാക്കാനും പുതിയ ഭാഗം നമുക്ക് എടുക്കാനും ഒക്കെ പണം വേണ്ടേ? പണമില്ലാതെ ഓടാൻ കഴിയില്ല. കപ്പൽ വെള്ളത്തിലേ ഓടൂ. നമ്മൾ പണമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ. രണ്ടും ഒരുപോലെ. പക്ഷെ എന്താ പ്രശ്നം? ആ കപ്പലും വെള്ളവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത എന്താ? ആ കപ്പൽ ഓടാൻ വെള്ളം വേണം, പക്ഷെ ആ വെള്ളം കപ്പലിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അപകടമാണ്. ഇതാ ദഖലൽ മാഉ ഫി സഫീനത്തി ഹലക. കപ്പലിലേക്ക് വെള്ളം കയറിയാൽ മുങ്ങും, ഉറപ്പാണ്, നശിക്കും. എന്ന പോലെ ദുനിയാവിൽ നിങ്ങൾക്ക് ഓടാനുള്ള ഇന്ധനമായ ഈ പണം നിങ്ങളെ കൽബിലേക്ക് കടന്നാൽ നിങ്ങൾ നശിക്കും. അത് കൽബിലേക്ക് കയറ്റാൻ പാടില്ല. കപ്പലിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത പോലെ ദുനിയാവ് കൽബിലേക്ക് കടക്കാതെ കയ്യിൽ മാത്രം വെച്ചോണ്ടിരിക്കണം. അപ്പൊ ചോദിക്കുമ്പോ കൊടുക്കാൻ തോന്നും, പാവപ്പെട്ടവരെ സഹായിക്കാൻ തോന്നും, നാളെയും പടച്ചറപ്പ് എനിക്ക് തരും തോന്നും. കൽബിലാണെങ്കിൽ അത് തോന്നൂല. അതുകൊണ്ടാണ് മഹാപണ്ഡിതന്മാർ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എനിക്ക് നീ പണം എന്റെ കയ്യിൽ തരണം, കൽബിൽ വേണ്ട. ആരാന്റെ മുമ്പിൽ ഇരക്കാതെ ജീവിക്കാൻ കയ്യിൽ പണം വേണം. ജീവിതകാലത്തൊരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടിയോ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതികേട് പടച്ചറബേ ഞങ്ങളിൽ ഒരാൾക്കും നീ വരുത്തല്ല തമ്പുരാനെ. നല്ലോണം ആമീൻ പറഞ്ഞോളേ. ദാരിദ്ര്യം വലിയ വിഷയം തന്നെയാണ്. ദാരിദ്ര്യം വലിയ അപകടമുള്ള കാര്യമാണ്. അല്ലാഹു ദാരിദ്ര്യത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പണം കയ്യിലുണ്ടാവും, വലിയ സമ്പത്തുള്ള ആളാ, നല്ലതിനൊക്കെ കൊടുക്കും. കാരണം ഈ തന്ന പടച്ചറപ്പ് വീണ്ടും തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ലല്ലോ, പിടിച്ചു വെച്ചിട്ടൊരു കാര്യമല്ല. തരുന്നവന് വിജയത്തിന് വേണ്ടി 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്കുകൾ പ്രമാദത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കും, അല്ലാഹുവേ നല്ലതിന് കൊടുക്കുന്നവന് വീണ്ടും വീണ്ടും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഹൃദയത്തെ ദുനിയാവുമായി കപ്പലിന്റെ പലകകൾ വെള്ളത്തെ അകറ്റി നിർത്തും പോലെ. കപ്പൽ അങ്ങനെയാ, നല്ലോണം വെള്ളമുള്ള സ്ഥലത്ത് വലിയ കപ്പലോടും, നല്ലോണം പൈസ ഉള്ള ആൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഭൂമിയിൽ, ഒക്കെ ശരിയാ, ഉദാഹരണം വളരെ ശരിയാ. പക്ഷെ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒരു തുള്ളി അകത്ത് കയറിയാൽ അത് കൂടുതലായി കൂടുതലായി കപ്പൽ മുങ്ങും. എന്ന പോലെ ദുനിയാവ് കൽബിലേക്ക് കയറിയാൽ എത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, അയാൾ ചെയ്ത സൽക്കർമ്മം ഒന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ അയാൾ മേനി നടിക്കാൻ തുടങ്ങി. ഹൃദയത്തിലേക്ക് പണം കയറുമ്പോഴാണ് ഞാൻ പണക്കാരനാണെന്ന് തോന്നുക. ഹൃദയത്തിലേക്ക് പണം കയറാതിരിക്കുമ്പോഴോ അള്ളാഹുവിന്റെ പണമാണ് എന്റെ കയ്യിലുള്ളതെന്ന് തോന്നും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് എത്ര വലിയ പണക്കാരനാണെങ്കിലും ശരി, അയാൾക്ക് ദീനുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ ആ പണവും അയാളും തമ്മിലൊരു മറയുണ്ടാകും. അപ്പോൾ അയാൾക്ക് അള്ളാഹു വീണ്ടും വീണ്ടും വർധനവ് കൊടുക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ, പണക്കാരനാകട്ടെ ദരിദ്രനാവട്ടെ ആരാവട്ടെ, അവന്റെ മനസ്സാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മനസ്സിന്റെ ഔന്നത്യം എവിടെ വരെ എത്തും മനുഷ്യനെ? ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഔന്നത്യം ഒരു മനുഷ്യനെ എവിടെ വരെ എത്തിക്കും? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒറ്റ ഉദാഹരണം. അത് പറഞ്ഞിട്ട് പറയുമ്പോൾ വേഗം മനസ്സ് എവിടെ എത്തും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മളെ പഠിപ്പിക്കുന്ന മഹനീയമായ നമ്മുടെ പൂർവ്വഗാമികളുടെ ചരിത്ര മുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. ഞാൻ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇമാമുന അലി റളിയല്ലാഹു തആല അലിയുൻ കറമല്ലാഹു വജ്ഹഹു നിങ്ങൾക്കൊക്കെ അറിയാം. ചരിത്രത്തിൽ പരിചയ സമ്പന്നനായ മഹാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു വാക്കുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ നഗരമാണെങ്കിൽ അതിലേക്കുള്ള പ്രവേശന കവാടമാണ് എൻ്റെ അലി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അലി റളിയല്ലാഹു തആല ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടുമാണ് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തത്. പണക്കാരായ സ്വഹാബത്ത് മോഹിക്കാത്തത് കൊണ്ടല്ല. വലിയ പണക്കാരായ സ്വഹാബത്തിന് തന്റെ മകളെ കൊടുക്കാൻ നബി തങ്ങൾ ശ്രമിക്കാതിരുന്നത് അലി തങ്ങളുടെ മെറിറ്റ് കണ്ടുകൊണ്ടാണ്. പാപ്പനാണ് അലി റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്റെ വീട്ടിൽ നരകയാതന അനുഭവിച്ച മഹാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം അബൂ താലിബിന്റെ വീട്ടിൽ പട്ടിണി കിടന്ന മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്.
അപ്പോഴാണ് നബി തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളർത്തുന്നത്. നബി തങ്ങൾ സ്പോൺസർ ചെയ്ത കുട്ടിയാണ്. എന്നിട്ടും അത്രമാത്രം ദാരിദ്ര്യത്തിന്റെ നീരാളി പിടുത്തത്തിൽ കഴിഞ്ഞൊരു മനുഷ്യന് പടച്ചറപ്പ് തന്റെ മകളെ, പടച്ചറപ്പിന്റെ പ്രവാചകർ തന്റെ മകളെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇൽമ കൊണ്ടാണ്. ആ മനുഷ്യന്റെ ഇൽമ കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ തഖ്വ കൊണ്ടാണ്. നല്ല ശുദ്ധമായ ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. താരീഖിന്റെ കിതാബിൽ കാണാം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഖലീഫയായി. സിദ്ദീഖ് തങ്ങളും കാലത്തോട് വിട പറഞ്ഞു. മൂന്നാമത്തെ ഖലീഫയായി വരുന്നു, രണ്ടാമത്തെ ഖലീഫയായി വരുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിൽക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഖലീഫ സ്ഥാനം വഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോൾ, മനഃശുദ്ധിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സ് ശുദ്ധമായാൽ എവിടെയെത്തുമെന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ആർക്കും തർക്കമില്ലാത്ത വിധം താരീഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് സുബഹിക്ക് മുമ്പാണ്. പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ എത്രയോ മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സദസ്സിലുള്ള ആണും പെണ്ണും ശ്രദ്ധിക്കണം, ഇത് സ്വപ്നമാണ്. മഹാനവറുകൾ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം കാണുന്ന സ്വപ്നം എന്താണ്? കഅന്നഹു യുസല്ലിൽ ഫജ്റ ഖൽഫ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പുറകിൽ സുബഹി നിസ്കരിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പുറകിൽ തക്ബീർ കെട്ടി സുബഹി നിസ്കരിക്കുന്ന കാഴ്ച അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. ഒരിക്കലും യാഥാർത്ഥ്യമല്ല, സ്വപ്നമാണ്, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പുണ്യ തിരുദൂതർ മരിച്ചു പോയിട്ടുണ്ട്. ഒന്നാം ഖലീഫ കഴിഞ്ഞിട്ടുള്ള ദിക്റുകളൊക്കെ ചൊല്ലി ദുആ കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തു വരികയാണ്. മഹാനവർകൾ പള്ളിയിൽ നിന്ന് പുറത്തു വരികയാണ്. സംഭവം ശരിക്കും താരീഖിൽ രേഖപ്പെടുത്തി കാണുന്നു. മഹാനവർകൾ പുറത്തു വരുന്ന സമയത്ത് അതാ കൃത്യമായി മനസ്സിലാക്കണം. വഹുവ അലാ ബാബിൽ മസ്ജിദി. അദ്ദേഹം പള്ളിയുടെ വാതിൽക്കലെത്തി വാതിൽ കടന്ന് പുറത്ത് കിടക്കാൻ, മസ്ജിദുൻ നബവിയുടെ പുറത്ത് കിടക്കാൻ നിൽക്കുമ്പോൾ, അന്നഹു റഅ ഇംറഅതൻ, ഒരു പെണ്ണിനെ കാണുന്നു. വഫി യദിഹാ തബഖും മിൻ തംർ. തബഖും മിൻ തംറിൻ, കാരക്കയുടെ ഒരു വട്ടിയും പിടിച്ചുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നു. അതിന്റെ പുറത്ത് ഒരു കാരക്കയുടെ വട്ടിയും പിടിച്ചുകൊണ്ടൊരു പെണ്ണ് നിൽക്കുന്നു. നല്ല മനോഹരമായ കാരക്കയുണ്ട് അതിൽ. അതെന്തിനാ കൊണ്ടുവന്നിട്ടുള്ളത്? പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയിരുന്നു. ഏതെങ്കിലും തോട്ടത്തിൽ ആദ്യത്തെ വിളയുണ്ടായാൽ ഉസ്താദിന് കൊണ്ടുപോയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ വല്ല തങ്ങന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നേർച്ചേക്കും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടു കൊടുക്കും, ലേലം ചെയ്യും. അങ്ങനെയാണ് പള്ളിക്ക് ലേലം ചെയ്യും. വാഴക്കൊല വെച്ചാൽ ആദ്യത്തെ കൊല വെട്ടിയിട്ട് പള്ളിക്ക് കൊണ്ടു കൊടുക്കും, ലേലം ചെയ്യും. പണ്ടൊക്കെ അങ്ങനെ തന്നെ ബർക്കത്തിന്റെ പരിപാടി. ഇപ്പൊ അതിനൊന്നും ആരും നിൽക്കാറില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ട് പിടിയരി കൊടുത്തിരുന്നു. നമ്മുടെ ഒരു തോട്ടം വാങ്ങിയാൽ ആ തോട്ടത്തിൽ ആദ്യത്തെ വിഭവം പള്ളിക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഉസ്താദുമാർ കൊണ്ടു കൊടുത്തിരുന്നു, ആദ്യത്തെ പഴം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു പണ്ടൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കോഴീനെ വാങ്ങിയിട്ട് കോഴി മുട്ടയിട്ടാൽ ആദ്യത്തെ മുട്ട നേരെ കൊണ്ടുപോയിട്ട് പള്ളിയൊക്കെ ഒരു മുട്ട, അന്നൊരു മുട്ടയ്ക്ക് വിലയുണ്ട്. അതിനൊന്നും വലിയ വിലയില്ല, നമ്മൾ കളിപ്പിക്കൂല. അങ്ങനത്തെ ഒരു ബറക്കത്ത് ചിന്തിച്ചിരുന്ന, ബറക്കത്ത് സിദ്ധിച്ചിരുന്ന ഒരു കൗമുണ്ടായിരുന്നു. അതൊക്കെ പോയി. മാരകമായ രോഗമൊക്കെ ഇങ്ങനെ അല്പാൽപമായി വന്നുകൂടുന്ന ഇതൊക്കെ തന്നെ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹം പുറകോട്ട് പോയി. സമ്പാദ്യ മേഖലയിൽ മാത്രം ചുരുങ്ങി. സമ്പാദിക്കേണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇത് ദ്വാരപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ആ പെണ്ണിന്റെ തോട്ടത്തിൽ ആദ്യം വിളഞ്ഞ ഇക്കൊല്ലത്തെ കാരക്കയാകാം. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കലാണ് തന്റെ ഡ്യൂട്ടി എന്ന് അദ്ദേഹത്തിന് കണ്ടപ്പോ തന്നെ അറിയാം. അതുകൊണ്ട് ചോദിക്കണ്ട. ആ പെണ്ണ് പറഞ്ഞു, ഖദ്ദിംഹു ലിറസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനൊന്ന് കൊണ്ടുപോയി കൊടുക്കണേ. എന്തിനാണെന്ന് ചോദിച്ചില്ല, ചോദിക്കണ്ട. അത് കൃത്യമായി അറിയുന്ന കാര്യമാണ്, പ്രാഥമിക വിവരം കൊണ്ട് അറിയുന്ന കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അത് വാങ്ങിക്കൊണ്ടുപോയി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. ഇന്നാൽ ഇന്ന പെണ്ണ് കൊണ്ടുവന്നതാണ്, പെണ്ണേതാണെന്ന് അറിയില്ലെങ്കിലും പറഞ്ഞു. റസൂലുള്ളാഹി ദുആ ചെയ്തു. അതിൽ നിന്നും ഒരു കാരക്ക എടുത്ത് കഴിച്ചു. ഒരു കാരക്ക അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കൊടുത്തു. താരീഖിന്റെ കിതാബിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഉറക്കത്തിലാണ് ആ കാരക്ക കിട്ടിയത്. അതിങ്ങനെ തിന്നുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം കാരക്ക തിന്നുന്നത് സ്വപ്നത്തിൽ അങ്ങനെ തിന്നുകയാണ്. തിന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അനുഭൂതി. അതെന്താ? ആ കാരക്കക്ക് അപാരമായ മധുരം. സാധാരണഗതിയിൽ മദീനത്തിൽ ലഭ്യമാകുന്ന കാരക്കയേക്കാൾ എന്തോ ഒരു കൂടുതൽ മധുരം. ആ മധുരം അദ്ദേഹം വല്ലാതെ ആസ്വദിച്ചു.
ആസ്വദിച്ച് അദ്ദേഹം ആ മധുരം അങ്ങ് തിന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു മോഹം, ആ മോഹം വളച്ചു കെട്ടാതെ നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരോട് അദ്ദേഹം പറഞ്ഞു, സിദ്നി തംറത്തൻ ഉഖ്റാ യാ റസൂലല്ലാഹ്, സിദ്നി തംറത്തൻ ഉഖ്റാ, ഒന്നും കൂടി തരൂ നബിയേ, ഒരു കാരക്ക കൂടി എനിക്ക് തരുമോ നബിയേ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആ കാരക്കയുടെ മഹാത്മ്യം ഓർത്തുകൊണ്ട് ചോദിച്ചതാണ്, സിദ്നി തംറത്തൻ ഉഖ്റാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ എനിക്കൊരു കാരക്കയും കൂടി അങ്ങ് തരുമോ. പക്ഷെ റസൂലുള്ളാഹി കൊടുത്തില്ല. അള്ളാന്റെ റസൂൽ ആ കാരക്ക കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ വല്ലാത്തൊരു ദുഃഖമുണ്ടായി, വല്ലാത്തൊരു ദുഃഖം. ഒരു പക്ഷേ ഇത് എല്ലാവർക്കും കൊടുക്കണമെന്ന് കരുതിയിട്ട് ഒരാൾക്ക് തന്നെ കൂടുതൽ കൊടുക്കാതിരുന്നതാണ്. എന്താവട്ടെ, അലി റളിയല്ലാഹു തആലക്ക് ഒരു വല്ലാത്തൊരു വിഷമം. സാധാരണ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നുള്ളവർക്കൊക്കെ നബി തങ്ങൾ കൊടുത്തു തീർക്കലാണ്. ഒരു ചെറിയ പങ്കേ നബി തങ്ങൾ എടുക്കുള്ളൂ എന്ന പോലെ ഒന്ന് അലി തങ്ങൾ കൊടുക്കും, ബാക്കി കൊടുക്കണല്ലോ. അപ്പൊ ഒന്ന് കിട്ടിയുള്ളൂ, രണ്ടാമത്തെ കിട്ടിയില്ല. അപ്പൊ ഒരു വിഷമം. ഈ വിഷമം അനുഭവിച്ചപ്പോ അതൊരു ടെൻഷനായി മാറിയപ്പോ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുപോയി. ടെൻഷൻ കൊണ്ട് ഉണർന്നുപോയി. അങ്ങനെയാണ് സ്വപ്നം കാണുമ്പോൾ ടെൻഷൻ വന്നാൽ പെട്ടെന്ന് ഉണരും. അതങ്ങനെ പെട്ടെന്ന് ഉണർന്നപ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു മനപ്രയാസം. കാരണം കാരക്കയില്ല, ജമാഅത്തുമില്ല, ഒന്നുമില്ല, ആകെപ്പാടെ എന്തോ ആയിപ്പോയി. മനസ്സിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിക്കണം. വെറും കഥ പറയുകയല്ല. അങ്ങനെ അദ്ദേഹം ആകെ ടെൻഷനിലായി. ആ കാരക്ക പോയ ടെൻഷൻ മനസ്സിലിങ്ങനെ ഉണ്ട്, അത് മുഖത്ത് കാണാം. അപ്പോഴേക്കും സമയം നോക്കുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കാനായി. മസ്ജിദുൻ നബവിയിലേക്ക് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ പോയി ബാങ്ക് വിളിച്ച് അവിടുന്ന് സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇമാമായി ഉമറുൽ ഫാറൂഖ് തങ്ങളതാ മിഹ്റാബിലേക്ക് കയറി നിന്നു. ജമാഅത്ത് തുടങ്ങി. ഇനിയുള്ള കാര്യം സ്വപ്നമല്ല, ശ്രദ്ധിക്കണം. ഇനിയുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നായകത്വത്തിൽ നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. മഅ്മൂമായി നിന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിസ്കാരം കഴിഞ്ഞ ശേഷം അതാ പുറത്തു വരികയാണ്. നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി. നേരത്തെ പോലെ തന്നെ വഹു അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ ബഹുമാനപ്പെട്ടവരെത്തവേ അന്നഹു റഅ ഇംറഅതൻ വഫിയദിഹാ തബഖും മിൻ തംർ, നേരത്തെ സ്വപ്നത്തിൽ കണ്ട അതേപോലെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ്. ഏതോ ഒരു പെണ്ണ് പാത്രത്തിൽ കാരക്കയും കൊണ്ടുവന്നിരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ഏതാണെന്നറിയില്ല. കാരണം പർദ്ദ ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്ന പെണ്ണാണ്. ഹിജാബിന്റെ ആയത്തൊക്കെ വന്ന് നബി തങ്ങളെ കാലം കഴിഞ്ഞ്, സിദ്ദീഖ് തങ്ങളെ കാലം കഴിഞ്ഞ് പെണ്ണുങ്ങൾ ശരിക്കും മറച്ചു ജീവിക്കുന്ന കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിലും ഒരു പെണ്ണെന്നേ പറയുന്നുള്ളൂ, ഇപ്പൊ കണ്ടതും ഒരു പെണ്ണെന്നേ പറയുന്നുള്ളൂ. ആ പെണ്ണ് തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പെണ്ണിന്റെ കയ്യിൽ ഈ സാധനമുണ്ട്. പെണ്ണ് നബി തങ്ങളുടെ പള്ളിക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഈ കാരക്കപാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലി തങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ പറഞ്ഞു, ഖദ്ദിം ഖുലി അമീറുൽ മുഅ്മിനീൻ, ഇതൊന്ന് അമീറുൽ മുഅ്മിനീന് കൊണ്ടുപോയി കൊടുക്കണേ. എന്തിനാണെന്ന് ചോദിക്കേണ്ട, ഉദ്ദേശം വ്യക്തമാണ്. ഇതൊന്ന് അമീറുൽ മുഅ്മിനീന് കൊടുക്കണേ. അമീറുൽ മുഅ്മിനീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളെയാണ്. അതെടുത്തുകൊണ്ട് പോയി നേരെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. മഹാനായ ഉമറുൽ ഫാറൂഖ് റഹിമഹുല്ലാഹ് മഹാനവർകൾ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തൊരു കാരക്ക എടുത്ത് തിന്നതിന്റെ ശേഷം ഒരു കാരക്ക എടുത്തുകൊണ്ട് അലി തങ്ങൾക്ക് കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ഒരു കാരക്ക കൊടുത്തു. ആ കാരക്ക അലി തങ്ങൾ തിന്നു. തിന്നപ്പോൾ സ്വപ്നത്തിൽ അനുഭവിച്ച പോലെ അനുഭൂതി, വല്ലാത്ത മധുരം. മധുരത്തിന്റെ പാരമ്യത കൊണ്ട് അദ്ദേഹം തുറന്നു തന്നെ മടിയില്ലാതെ ചോദിച്ചു, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറുൽ മുഅ്മിനീൻ, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഒരു കാരക്കയും കൂടി എനിക്ക് തന്നൂടെ, ഒരു കാരക്കയും കൂടി എനിക്ക് തന്നൂടെ. സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. എന്താണ് അതിന് ഉമർ തങ്ങൾ മറുപടി പറഞ്ഞത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്താ മറുപടി പറഞ്ഞത് ചിന്തിക്കണം നിങ്ങൾ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, മനസ്സ് ശുദ്ധനായ, ഒരു തരത്തിലും കാപ്പട്യമില്ലാതെ അല്ലാഹുവിലേക്ക് മനസ്സ് നട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. ഉമറിന്റെ നാവുമ്മേൽ സത്യം വെച്ചിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ഉമർ ഒരു വഴിയിൽ കേറിയാൽ പിശാച് മറ്റു വഴിക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ഉമറിന്റെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നിയ്യത്ത് നന്നായതുകൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, മനഃശുദ്ധി കൊണ്ട്. എന്താണ് അലി റളിയല്ലാഹു തആല ചോദിച്ചത്? സിദ്നി തംറതൻ ഉഖ്റാ യാ റസൂൽ, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറുൽ മുഅ്മിനീൻ. എന്താ മറുപടി പറഞ്ഞത്? അത്ഭുതപ്പെട്ടു പോയി.
ആ മറുപടി കിട്ടി ഞെട്ടിപ്പ് എന്താ പറഞ്ഞത്? മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ മറുപടി അത്ഭുതകരമാണ്. ലൗ സാദക റസൂലുള്ളാഹി ലസിദ്നാക, ലൗ സാദക റസൂലുള്ളാഹി ലസിദ്നാക. ഒന്ന് തന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇതിൽ കൂടുതൽ തന്നിരുന്നുവെങ്കിൽ ഞാനും തരുമായിരുന്നു. ലൗ സാദക റസൂലുള്ളാഹി, റസൂലുള്ളാ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നിരുന്നുവെങ്കിൽ ലസിദ്നാക, ഞാനും തരുമായിരുന്നു. റസൂലുള്ളാ തന്നിട്ടില്ലല്ലോ, അവിടെ അത് മതി. ഞെട്ടിപ്പോയി. റസൂലുള്ളാ ഒന്നേ തന്നിട്ടുള്ളൂ എങ്ങനെ ഇദ്ദേഹം അറിഞ്ഞത്? അത് സ്വപ്നത്തിൽ നടന്ന സംഭവമല്ലേ? എന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനോട് ഒരു കാര്യമൊക്കെ ചോദിച്ചു, തന്നില്ല. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഇപ്പൊ അതേ വർത്തമാനം പറഞ്ഞു, റസൂലുള്ളാ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഒന്നെന്നെ തരുള്ളൂ. ഞെട്ടിത്തെറിച്ചു പോയി. സ്വന്തം മനസ്സിലുള്ള വൈകാരികത ഇദ്ദേഹം എങ്ങനെ തിരിച്ചറിഞ്ഞു? തുറന്നു ചോദിച്ചു, നിങ്ങൾക്ക് വഹിയുണ്ടോ? ആ വഹിയും ബഅദ റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ശേഷം വഹിയുണ്ടോ? അതോ ഞാൻ കണ്ട സ്വപ്നം എന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ കണ്ടതുപോലെ നിങ്ങളും കണ്ടോ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ചിന്തിക്കണം എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല മറുപടി പറഞ്ഞത് എന്താണ്? ആ മറുപടി പറയാനാണ് ഞാൻ ഈ സംഭവം വിശദീകരിച്ചത്, കഥ പറയാനല്ല. ആ മറുപടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്, കഥക്ക് വേണ്ടിയല്ല. മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? വലാകിന്നൽ മുഅ്മിന ഇദാ അഖ്ലസ ഖൽബഹു യറാ. അല്ലാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ച കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇത് വൈബല്ല, ഇത് വഹിയല്ല, ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്? ഇത് ഒരിക്കലും ലാ വഹിയുൻ, വഹിയൊന്നുമല്ല. ഇത് പിന്നെന്താ? വലാകിന്നൽ മുഅ്മിന ഇദാ അഖ്ലസ ഖൽബഹു അസ്ബഹ യറാ ബിനൂരില്ലാഹ്. എന്താണ് പറഞ്ഞ വാക്ക്? ഒരു മനുഷ്യൻ അല്ലാഹുവിൽ മനസ്സ് ഇഖ്ലാസോട് കൂടി സമർപ്പണം ചെയ്താൽ ആ മനുഷ്യന് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റും, ലൗഹിൽ നോക്കി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും. നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്ന ചില ആളുകളുണ്ട്. അത് കവടി നിരത്തി ഗണിക്കലല്ല, ഏതെങ്കിലും ആളുകൾ അത്ഭുതത്തോടു കൂടി ജനങ്ങളെ വഞ്ചിക്കലല്ല, മറിച്ചോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ലൗഹിൽ നോക്കി വായിച്ച മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്കതിന് കഴിവുണ്ടായിരുന്നു. അവരാ തരത്തിൽ സമൂഹത്തോട് പറയുമായിരുന്നു. അവർക്ക് അതിനുള്ള കഴിവ് പടച്ചിറപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചവരാണ്, നമുക്ക് മുമ്പിലൂടെ തന്നെ കടന്നു പോയവരാണ് പലരും.